ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകമെങ്ങും വിപുലമായ പരിപാടികൾ. ആഗോള നന്മയുടെ സുശക്ത മാധ്യമമായി ലോകം യോഗയെ വീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53ാമത് GST കൌൺസിൽ യോഗം നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരും. കേരളത്തിൽ അവയവക്കടത്ത് സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതിക്കായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ജാഗ്രതാ നിർദ്ദേശം. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തി. ന്യൂഡൽഹിയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സ്വീകരിച്ചു. നാളെ രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരിക്കും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്കുള്ള ആചാരപരമായ സ്വീകരണം. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ശ്രീമതി ഷെയ്ഖ് ഹസീന വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ചർച്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. വ്യാപാരം, വാണിജ്യം, സുരക്ഷ, ഊർജ്ജം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സന്ദർശനത്തോടെ ശക്തിപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ആഴത്തിലാക്കാനും പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഇരുപക്ഷത്തിനും ഒരുപാട് പ്രതീക്ഷകളുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കാനഡയിലെ ഖലിസ്ഥാനി പ്രവർത്തനങ്ങളിൽ നടപടിയെടുക്കാൻ കാനഡ സർക്കാരിനോട് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദലൈലാമ ഏറെ ബഹുമാനിക്കപ്പെടുന്ന ആത്മീയ നേതാവാണെന്നും ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുവെന്നും ദലൈലാമയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കവേ ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ആഗോള നന്മയുടെ സുശക്ത മാധ്യമമായി ലോകം യോഗയെ വീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിൽ യോഗയുടെ പ്രാധാന്യം എടുത്തു കാണിച്ച് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന് ലോകമെമ്പാടും ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ജമ്മു കശ്മീരിലെ ശ്രീനഗറിലെ ഷേർ ഇ കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന രാജ്യത്തെ പ്രധാന ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. കോമൺ യോഗ പ്രോട്ടോകോൾ സെഷനിലും അദ്ദേഹം പങ്കുകൊണ്ടു. സ്വന്തമായും സമൂഹത്തിനായും യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ജീവിതഭാരങ്ങൾ ലഘൂകരിച്ച് വെല്ലുവിളി നിറഞ്ഞ വർത്തമാനകാലത്ത് ജീവിക്കാൻ യോഗ നമ്മെ പ്രാപ്തരാക്കുന്നുവെന്ന് ദിനാചരണ സന്ദേശത്തിൽ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. യോഗയുടെ വിപുലീകരണത്തെക്കുറിച്ചും യോഗയിലൂടെ പുതിയ സമ്പദ്വ്യവസ്ഥ, തൊഴിലവസരം, സംരംഭങ്ങൾ, വിനോദസഞ്ചാരം, ആധികാരിക യോഗ പഠനം എന്നിവയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. എംബസികളും വിദേശത്തുള്ള ദൌത്യ സംഘങ്ങളും ആഗോളതലത്തിൽ യോഗയുടെ സ്വാധീനം പ്രതിഫലിപ്പിക്കുന്ന ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിർവഹിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കോവളത്തെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ സംഘടിപ്പിച്ച യോഗ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ദേശീയ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ യോഗാഭ്യാസ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 2024 റോയിട്ടേഴ്സ് സർവേയിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള വാർത്താ മാധ്യമമായി ആകാശവാണി വാർത്താ വിഭാഗം അംഗീകരിക്കപ്പെട്ടു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ റോയിട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് ജേർണലിസം നടത്തിയ സർവേയിലാണ് അംഗീകാരം. രാജ്യത്തെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വിശ്വാസ്യതയിൽ ആകാശവാണി വാർത്തകൾ ഏറെ മുന്നിട്ട് നിൽക്കുന്നതായി സർവേ വെളിപ്പെടുത്തി. ഏത് സാഹചര്യത്തിലും നേരായ വാർത്തകൾക്ക് മാത്രം നൽകാനുള്ള ആകാശവാണിയുടെ പ്രതിബദ്ധതയാണിതെന്ന് പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സേവൽ പ്രതികരിച്ചു. We at Prasar Bharati, we believe in Bharosa Sach Ka. We say only truth and we broadcast only truth. I wish all of us will work together to keep that promise and keep that trust. GST കൌൺസിലിന്റെ 53ാമത് യോഗം നാളെ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ കൌൺസിൽ
ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് ചേരുന്നത്. 2023 ഒക്ടോബർ 7 നടന്ന GST കൌൺസിലിന്റെ 52ാമത് യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാർ പങ്കെടുത്തു. അതിനിടെ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായും കാർഷിക സാമ്പത്തിക വിദഗ്ധരുമായും കൂടിക്കാഴ്ച നടത്തി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ പ്രതിനിധികളുമായും ധനമന്ത്രി ചർച്ച നടത്തി. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ച നടപടി ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മദ്യനയ കേസ് പരിഗണിക്കുന്ന റൌസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകിയതിന് പിന്നാലെ ED ഹൈക്കോടതിയെ സമീപിച്ച് കേസിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നും ജാമ്യം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ജാമ്യം നൽകിയത് സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി കേസ് ഈ മാസം 25 പരിഗണിക്കാനായി മാറ്റി. 3 ദിവസത്തിനുള്ളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജിയിൽ അന്തിമ ഉത്തരവുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നീറ്റ് UG കൌൺസിലിംഗ് പ്രക്രിയ തടയാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. ഇതോടെ കൌൺസിലിംഗ് മുൻ നിശ്ചയപ്രകാരം തുടരും. അതേസമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കോടതി നോട്ടീസ് അയച്ചു. നീറ്റ് സംബന്ധമായ പരാതികളിൽ ജൂലൈ 8 സുപ്രീം കോടതി വാദം കേൾക്കും. രാജ്യത്ത് പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1 പ്രാബല്യത്തിൽ വരികയാണ്. ഇതേക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ച ജൂൺ 23 ഞായറാഴ്ച രാത്രി 8:15 പ്രക്ഷേപണം ചെയ്യും. കേരളത്തിൽ അവയവക്കടത്ത് സംബന്ധിച്ച് 2 പരാതികൾ ലഭിച്ചതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവയവക്കടത്ത് മാഫിയയുമായി എറണാകുളത്തെ 2 സ്വകാര്യ ആശുപത്രികൾക്ക് ബന്ധമുണ്ടെന്ന മലപ്പുറം സ്വദേശിയുടെ പരാതിയും തിരുവനന്തപുരത്ത് അനധികൃത അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയെന്ന മറ്റൊരു പരാതിയുമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതി മധു ജയകുമാറിനെ കണ്ടെത്താൻ ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികളിലാണ് പോലീസെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 18ാം ലോക്സഭയിലെ പ്രോട്ടം സ്പീക്കറായി കൊടിക്കുന്നിൽ സുരേഷ് MPയെ നിയമിക്കാത്തതിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് പ്രോട്ടം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന അംഗം കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടം സ്പീക്കർ പദവി നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലും പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നത് ജനവിധിയോടും രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയോടുമുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പശുക്കൾക്കുള്ള ശാസ്ത്രീയ ഭക്ഷണക്രമം, കന്നുകാലികൾക്ക് കൃത്യമായ തീറ്റ നൽകാനും നല്ല നിലയിൽ സൂക്ഷിക്കുന്നതിനുമായി ക്ഷീരകർഷകർക്കായി ബോധവൽക്കരണ പരിപാടി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ചിഞ്ചു റാണി. കേരള ഫീഡ്സ് ലിമിറ്റഡിന്റെ പുതിയ സമീകൃത കാലിത്തീറ്റയായ മഹിമ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുറത്തിറക്കി. കിടാരികൾക്കും കറവയില്ലാത്ത പശുക്കൾക്കുമുള്ള സമീകൃത കാലിത്തീറ്റയായ മഹിമ കന്നുകുട്ടിയുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ വിവിധയിനം പോഷകങ്ങൾ ചേർന്നതാണ്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മറ്റന്നാൾ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. സെയിന്റ് ലൂസിയ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇതോടെ വോട്ടർ പട്ടിക പുതുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഹരിയാന, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിലവിലുള്ള നിയമസഭകളുടെ കാലാവധി ഈ വർഷം നവംബർ അവസാനിക്കുമ്പോൾ ഝാർഖണ്ഡിൽ ഈ വർഷം ജനുവരിയിൽ അവസാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകമെങ്ങും വിപുലമായ പരിപാടികൾ. ആഗോള നന്മയുടെ സുശക്ത മാധ്യമമായി ലോകം യോഗയെ വീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി. 53ാമത് GST കൌൺസിൽ യോഗം നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരും. കേരളത്തിൽ അവയവക്കടത്ത് സംബന്ധിച്ച് പരാതികളിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതികൾക്കായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.